രാജേഷ്, നമ്മൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്ന ദിനത്തിൽ മോദിയുടെ മൂന്നാം വരവിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്ന. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഇന്ന് രാത്രി 7:15 രാഷ്ട്രപതി ഭവനിൽ നടക്കുക. ആരൊക്കെ മന്ത്രിമാർ, ആരൊക്കെ ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തും എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഊഹാപോഹങ്ങൾ ഒക്കെ ഉയരുന്നുണ്ട്. അതിലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പല പ്രമുഖ നേതാക്കൾക്കും നേതൃത്വം ഫോൺ കോൾ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അപ്പോൾ പോലും ആരൊക്കെ എന്നുള്ള വ്യക്തതയില്ല. ഞാൻ ER രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാഗേഷ്, ഈ സത്യപ്രതിജ്ഞയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്ഷണമുണ്ടോ? പ്രതിപക്ഷ പാർട്ടികൾക്ക് ക്ഷണമുണ്ടെങ്കിൽ അവർ പങ്കെടുക്കുമോ? എൽദോ, ഏതായാലും ഇന്നലെ ക്ഷണിച്ചിരുന്നില്ല എന്ന വിവരങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നത്. ഒപ്പം തൃണമൂൽ കോൺഗ്രസും സമാനമായ രീതിയിൽ പ്രതികരണം നടത്തിയിരുന്നു. അതായത് ചടങ്ങിൽ നിന്ന് പങ്കെടുക്കില്ല, വിട്ടുനിൽക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസും പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും കോൺഗ്രസിന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെയ്ക്കാണ് ക്ഷണം ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, ഖർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. രണ്ടാമതായി അദ്ദേഹം രാജ്യസഭയിലെ നേതാവ് കൂടിയാണ്, പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അങ്ങനെ മല്ലികാർജ്ജുൻ ഖർഗെയ്ക്ക് ക്ഷണം വരുമ്പോൾ അത് കോൺഗ്രസിനുള്ള ക്ഷണമായി കണക്കാക്കാം. പക്ഷേ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ പ്രതികരണം, ഔദ്യോഗികമായ അറിയിപ്പ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കാൻ തന്നെയാണ് സാധ്യത എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നു. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രതികരണം ഏതായാലും വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ മല്ലികാർജ്ജുൻ ഖർഗെ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നാണ് സൂചന. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ്. ഇന്നലെ പുറത്തു വന്നിരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് പല കോൺഗ്രസ് നേതാക്കളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എക്സിൽ കുറിച്ചിരുന്നത് അത്തരമൊരു ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ്. ശശി തരൂർ പറഞ്ഞത് ഇന്ത്യ പാക് മത്സരം കാണുമെന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏതായാലും അത്തരമൊരു അറിയിപ്പ് കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും, ഇതിൽ ഭാഗമാകുമോ, ഇതിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അറിയാം കോൺഗ്രസ് ഇതിൽ പങ്കെടുക്കുമോ ഇല്ല എന്ന കാര്യത്തിൽ സൂചന കൂടി ഏതായാലും വരാനിരിക്കുന്നു. കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സൂചന അത് അല്പസമയത്തിനകം അറിയാം. എന്നാലും ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. രാകേഷ്, നമ്മൾ ആദ്യം ഈ സത്യപ്രതിജ്ഞയിൽ ഈ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ഒരു വലിയ മന്ത്രിസഭ അംഗത്വം കൊണ്ട് അത്തരത്തിലൊരു കണക്കുകൂട്ടലിലേക്ക് പോകേണ്ടി വരുന്നുണ്ടോ NDAക്ക്? ഏതാണ്ട് 30-ലേറെ പേർ എന്നുള്ളതാണ് ആദ്യം വരുന്ന കണക്കുകൾ. അതെ എൽദോ, ഒന്നാമതായി ഇത് കഴിഞ്ഞ രണ്ട് സർക്കാരിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഇത്തവണത്തെ സാഹചര്യം. കാരണം കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ കാര്യത്തിലും തീരുമാനം BJP ആണ് കൈക്കൊണ്ടിരുന്നതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, 32 സീറ്റുകളുടെ കുറവുണ്ട് എന്നത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ സഖ്യകക്ഷികളുടെ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തതുപോലും NDA സർക്കാർ എന്ന് ആയിരുന്നു. ആ വാക്കാണ് അദ്ദേഹം കൂടുതലായും ആ പ്രസംഗത്തിൽ ഉപയോഗിച്ചത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൂടുതലായും കണ്ടിരുന്ന അല്ലെങ്കിൽ ചിത്രം മോദിയും അമിത്ഷായും അല്ലെങ്കിൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണെങ്കിൽ ഇന്നലെ NDA യോഗത്തിന്റെ ചിത്രമാണ് നമുക്ക് ആ യോഗത്തിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടത്. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. സ്വാഭാവികമായും ഇന്നിപ്പോൾ പുറത്തു വരുന്ന സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പകുതിയോളം നേതാക്കൾ ഘടകകക്ഷി നേതാക്കളാണ്. അവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഏതായാലും BJP മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് സാഹചര്യം തീർത്തും വ്യത്യസ്തമാണ് എന്ന് തന്നെ ഒന്നാമത്തെ കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാം. ഏതായാലും സഖ്യകക്ഷികളിലെ ഏതാണ്ട് എല്ലാ നേതാക്കൾക്കും ഇതിനോടകം തന്നെ ഫോൺ കോൾ ലഭിച്ചു എന്നാണ് വിവരം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ TDPയിൽ നിന്ന് ആ പാർട്ടി തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 2 മന്ത്രിമാരുടെ പേരുകൾ രാംമോഹൻ നായിഡുവും ഒപ്പം തന്നെ P ചന്ദ്രശേഖരും. JDUവും ഔദ്യോഗികമായി തന്നെ 2 പേരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ലലൻ സിംഗ് ഒപ്പം തന്നെ രാംനാഥ് താക്കൂർ. ഇതിനു പുറമെ ജിതൻ റാം മാഞ്ചി അല്പം മുമ്പ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അദ്ദേഹം അമിത്ഷായുടെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. മാഞ്ചിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചിരാഗ് പാസ്വാന് 5 സീറ്റുകളുണ്ട്. പാസ്വാൻ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്നാണ് ഇപ്പോൾ NDA വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇതിനു പുറമെ അനുപ്രിയ പട്ടേലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അനുപ്രിയ പട്ടേലിനും സമാനമായ രീതിയിൽ ഫോൺ കോൾ വന്നു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ കോൾ വന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കുമാരസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഒപ്പം RLD നേതാവ് ജയന്ത് ചൗധരിയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അങ്ങനെ സഖ്യകക്ഷികളിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ BJPയിൽ നിന്ന് കൂടുതലായും
മുതിർന്ന നേതാക്കളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രണ്ടാം നിര നേതാക്കളുടെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചു എന്ന് സംബന്ധിച്ച വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ മന്ത്രിസഭയിൽ ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ സർക്കാരിൽ ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമന്റെ പേരുകൾ ഇത്തവണ എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല എന്ന സൂചന കൂടിയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യവുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നിർമ്മല സീതാരാമൻ ധനവകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ധനമന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമനെ ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അഭ്യൂഹം അല്ലെങ്കിൽ ആകാംക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. പീയൂഷ് ഗോയലിന് ഏതായാലും ഇത്തരം നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. പീയൂഷ് ഗോയലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സിന്ധ്യ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിലെത്തിയ നേതാവാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. ജ്യോതിരാദിത്യ സിന്ധ്യയും ഈ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരുടെ കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ BJP നേതാക്കൾ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ രാജസ്ഥാനിൽ നിന്ന് അർജുൻ റാം മേഘ്വാളിന് ഇത്തരമൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ നിന്ന് ജിതേന്ദ്ര സിംഗ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായ പല പ്രധാനപ്പെട്ട നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ദീർഘകാലം നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. ചൗഹാനെ ഒരുപക്ഷെ അന്നത്തെ BJP-യിൽ തന്നെ മോദിയോട് ഉപമിച്ചിരുന്ന അല്ലെങ്കിൽ മോദിക്കൊപ്പം വെക്കാൻ കഴിയുന്ന ഒരു നേതാവായി പലപ്പോഴും BJP-യിലെ തന്നെ രണ്ട് ക്യാമ്പുകളുള്ള സമയത്ത് തന്നെ വിലയിരുത്തി പോന്നിരുന്നതാണ്. പക്ഷേ ചൗഹാൻ ഇപ്പോൾ ഏതായാലും ലോക്സഭയിലേക്ക് ഇത്തവണ മത്സരിച്ചു, വിജയിച്ചു. വലിയ മാർജിനിൽ അദ്ദേഹം വിജയം നേടുകയും ചെയ്തു. അപ്പോൾ ചൗഹാന്റെ പേരും നിർണായക പദവി ചൗഹാനുണ്ടാകും. ചൗഹാനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോൾ വിവരം. കാരണം ചൗഹാനും സമാനമായ രീതിയിൽ ഫോൺ കോൾ ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇത്തരമൊരു അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് അശ്വിനി വൈഷ്ണവ്, കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ മന്ത്രിയാണ്. അശ്വിനി വൈഷ്ണവിനും അത്തരമൊരു സന്ദേശം ലഭിച്ചു. ആരോഗ്യമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യയ്ക്കും സമാനമായ രീതിയിൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന്